ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർ പ്രവാചകന്മാർ തന്നെയാണ്. അതിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പേരക്കുട്ടിൻ്റെ കുട്ടിയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. ഈ അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലുള്ള ചില പരീക്ഷണങ്ങളുണ്ട്. അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു, വലിയ സമ്പന്നൻ. 4000-ലധികം ആടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ ഒട്ടകങ്ങളുണ്ടായിരുന്നു, നാൽക്കാലികളുണ്ടായിരുന്നു, വലിയ കൃഷിയിടമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 7 ആൺമക്കളും 7 പെൺമക്കളും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഈ വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് എന്ന് പറയുന്ന എല്ലാ ഭാഗവും പരീക്ഷണങ്ങളിലൂടെ വന്ന ആളാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് ആദ്യം വന്നത് എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ മക്കൾ ഇങ്ങനെ നഷ്ടപ്പെടുക, മക്കൾ മരണപ്പെട്ടു പോകുക. ചരിത്രത്തിൽ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ കാണാൻ പറ്റും. 7 മക്കൾ ഇങ്ങനെ ഇപ്പുറത്തും 7 മക്കൾ ഇപ്പുറത്തും. അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാമും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ ഇരിക്കുന്ന. അങ്ങനെയാണ് അവർ ഭക്ഷണം കഴിച്ചിരുന്നത്. എല്ലാവരും ഒരുമിച്ച് നല്ല സന്തോഷത്തോടു കൂടിയായിരുന്നു. പക്ഷെ അള്ളാഹിൻ്റെ പരീക്ഷണം വന്നു. അദ്ദേഹത്തിൻ്റെ 14 മക്കളും മരിച്ചു. മക്കളിലാണ് ആദ്യത്തെ പരീക്ഷണം. സമ്പത്തിലുള്ള പരീക്ഷണം പിന്നെ വരാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം സ്വരുക്കൂട്ടി വച്ചിരുന്ന എല്ലാ നാൽക്കാലികളും ആടുകളും ഒട്ടകങ്ങളും എല്ലാം ചത്തുവീടാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കൃഷിയിൽ നാശം വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാം കൊടുത്ത് ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ 80-ാമത്തെ വയസ്സിലാട്ടോ അത് സംഭവിക്കുന്നത്. 80-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തുണ്ടായിരുന്നു, അതും തീർന്നു. ചരിത്രത്തിൽ കാണാൻ പറ്റും. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ശരീരത്തിലാണ് പിന്നെ പരീക്ഷണം വരുന്നത്. മക്കളിൽ വന്നു, സമ്പത്തിൽ വന്നു, പിന്നെ ശരീരത്തിൽ. അദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ പൊട്ടിപ്പോകുന്ന രൂപം, ശരീരത്തിൽ നിന്നും മാംസകഷ്ണങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീടുന്ന രൂപം, വല്ലാത്തൊരു വേദന. അയ്യൂബ് നബി അലൈഹി സ്വലാമക്ക് അവിടെ നിൽക്കാൻ കഴിയാതെ അദ്ദേഹം മറ്റൊരു ഭാഗത്തേക്ക് തൻ്റെ താമസം മാറ്റി. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഉറ്റ 2 സുഹൃത്തുക്കൾ മാത്രം. പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ ജോലിക്ക് പോകാൻ തുടങ്ങി. അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തും കഴിഞ്ഞു, ഭാര്യൻ്റെ കയ്യിലുള്ള സമ്പത്തും കഴിഞ്ഞു. കുടുംബ സ്വത്ത് എന്ന നിലക്കൊന്നുമില്ലാത്തൊരവസ്ഥ. ഭക്ഷണം കഴിക്കണമെങ്കിൽ ജോലിക്ക് പോകണം. അയ്യൂബ് നബി അലൈഹി സ്വലാം ആകട്ടെ രോഗിയാണ്. ഭാര്യ ജോലിക്ക് പോകാൻ തുടങ്ങി. ഒരു പ്രവാചകൻ്റെ ഭാര്യ മറ്റൊരാളുടെ വീട് പണിക്ക് പോവുക. അങ്ങനെ കിട്ടുന്ന പണവുമായിട്ട് അവർ വരും, അതിൽ ഭക്ഷണം വാങ്ങും. അയ്യൂബ് നബി അലൈഹി സ്വലാമും ഭാര്യയും അത് കഴിക്കും. ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു വേദന അള്ളാഹിനോട് പറഞ്ഞില്ല. അതിനിടയിൽ ആ ഭാര്യ പറയുന്നൊരു വാചകം, നിങ്ങൾ ഒന്ന് റബ്ബിനോടൊന്ന് പ്രാർത്ഥിച്ചൂടെ നിങ്ങൾക്ക്. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 80 കൊല്ലം നമുക്ക് അള്ളാഹു എല്ലാം നൽകിയില്ലേ? 80 കൊല്ലം നൽകിയില്ലേ? എന്നിട്ട് ചെറിയ ചില പരീക്ഷണങ്ങൾ വരുമ്പോഴേക്ക് നമ്മൾ അള്ളാഹുവിനോട് പരാതി പറയുകയാണോ? അത് വേണ്ട. പിന്നെയും കാലങ്ങൾ കഴിഞ്ഞു. 18 കൊല്ലമാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം രോഗിയായിട്ട് കിടന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കണം. നമുക്കൊരു പനി വന്നു, ഒരാഴ്ച പിടിച്ചു. 2ാമത്തെ ആഴ്ചയാകുമ്പോഴേക്ക് നമ്മൾ 2-3 ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടാകും. 2 ആഴ്ച പനിച്ച് കിടക്കുമ്പോഴേക്ക് നമ്മൾ പരാതിയുടെ പരിഭവങ്ങളുടെ കെട്ടടിക്കാൻ തുടങ്ങും. നമ്മൾ പറയും, എന്താണിത്, എന്ത് പനിയാണിത്, മാറണമില്ലല്ലോ അല്ലേ? 2-3 ആഴ്ചയല്ല, 2-3 മാസമല്ല, 2-3 വർഷമല്ല, 18 വർഷം അയ്യൂബ് നബി അലൈഹി സ്വലാം രോഗിയായിട്ട് കിടന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്നത് പിന്നീട് അവിടുത്തെ ആളുകൾ അറിഞ്ഞു. അവർ പറഞ്ഞു, ഇനി ഭാര്യനോട് വരണ്ട. അവർ തീരുമാനിക്കണം, ആരുടെ വീട്ടിലും ആ ഭാര്യനെ കയറ്റണ്ട. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ വരവ് നിന്നും തികച്ചും ഒറ്റപ്പെട്ടു പോയ രംഗം ചരിത്രത്തിൽ കാണാൻ പറ്റും. അയ്യൂബ് നബി അലൈഹി സ്വലാം ഒരു ദിവസം ഭക്ഷണമൊന്നും ഇല്ലാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ മുടി പകുതി മുറിച്ചിട്ട് അത് കൊണ്ടുപോയി വിറ്റു. അതിൽ കിട്ടുന്ന പണം എടുത്തുകൊണ്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ടു വന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാമക്ക് കൊടുത്തു. അയ്യൂബ് നബി ചോദിച്ചു, ഇത് എവിടുന്നാ? അവർ പറഞ്ഞു, അത് കിട്ടി.
ആ ദിവസങ്ങളും കഴിഞ്ഞു. പിന്നീടും ഭക്ഷണമില്ലാത്തൊരവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഒരു പ്രവാചകൻ്റെ അവസ്ഥയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാം പിന്നെയും ബുദ്ധിമുട്ടുന്നതോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെന്നിട്ട് അവളുടെ മുടി മുഴുവനായി കൊണ്ട് മുണ്ഡനം ചെയ്തു. മുടി മുഴുവൻ മുറിച്ചു. അത് കൊണ്ടുപോയി വിറ്റ് അതിൽ കിട്ടുന്ന പണവുമായിട്ട് ഭക്ഷണം വാങ്ങി അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ വീട്ടിലേക്ക് വന്നു. അതുവരെ തട്ടമിടാതെയായിരുന്നു അവൾ അയ്യൂബ് നബിയുടെ മുന്നിൽ നിന്നതെങ്കിൽ അയ്യൂബ് നബി ഇത് കാണരുതെന്ന് വിചാരിച്ചിട്ട് അവർ തട്ടമിട്ടിട്ടിരിക്കാൻ തുടങ്ങിയത്. വീട്ടിലും തട്ടമിട്ട് നിൽക്കുക. ഇത് കണ്ട അയ്യൂബ് നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, എന്താ നീ തട്ടമിട്ടിട്ടുള്ളതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഒന്നുമില്ല. വീണ്ടും ചോദിച്ചു. ആ തട്ടം മാറ്റാൻ വേണ്ടി പറഞ്ഞു. കുറച്ച് വിഷമത്തോടു കൂടിയാണെങ്കിലും അവരുടെ ഭാര്യ ആ ഒരു തട്ടം മാറ്റിയതും അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ നെഞ്ചു പൊട്ടുന്ന വേദനയാണ്. അതുവരെ പ്രാർത്ഥിക്കാതിരുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാം അവിടുന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തി. അവിടെ വെച്ചുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന. റബ്ബേ, എനിക്കിതാ ദുർറ് ബാധിച്ചിട്ടുണ്ട്, ഉപദ്രവം സംഭവിച്ചിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അൻത അർഹമുർ റഹീമീൻ, നീ കരുണാവാരിധിയിൽ കരുണാവാരിധിയാണല്ലോ. ആ ഒറ്റ വാക്ക്, നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയിൽ എവിടെയും അള്ളാഹുവേ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്നില്ല. ഇല്ല. ഇതിനാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുർറ് വഅൻത അർഹമുർ റഹീമീൻ. അത്രേ ഉള്ളൂ. എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട്. ആ ഒരു വാചകം 18 കൊല്ലങ്ങൾക്ക് ശേഷമാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം അത് മാറാൻ വേണ്ടിയിട്ട് പറയുന്നത്. അല്ലെങ്കിലോ പരീക്ഷണമാണ്, അള്ളാൻ്റെ പരീക്ഷണമല്ലേ, ഞാൻ സഹിച്ചോളാം, റബ്ബിനിക്ക് ഇത്രയും തന്നില്ലേ. പ്രിയപ്പെട്ടവർ, അവിടെയാണ് നമ്മളൊക്കെ ആലോചിക്കണ്ടേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ വരുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ ഏതെല്ലാം ഖദറിനെ നമ്മൾ നിഷേധിക്കാറുണ്ട്. എന്തെല്ലാം ആക്ഷേപങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. എന്താ എനിക്ക് മാത്രം ഇങ്ങനെ, ബാക്കിയുള്ള പല ആളുകളുണ്ട് അല്ലെ. ചില ആളുകൾക്ക് പറയുന്ന വാക്കാണ്. ദീനുള്ള ആളുകളാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. നമ്മുടെയൊക്കെ ധാരണ എന്താണെന്ന് അറിയും, നമ്മൾ നിസ്കരിക്കണതിനും നോമ്പെടുക്കണതിനൊക്കെ പ്രതിഫലം ഇവിടുന്ന് തന്നെ പഠിച്ചു തീരുകയാണ്. അല്ല, അങ്ങനെയാണോ ശരിക്കും? അല്ലല്ലോ. നമ്മൾ നിസ്കരിക്കുന്നതിനുള്ള പ്രതിഫലം ഇവിടെ നിന്നാണെങ്കിൽ നമ്മുടെ നമസ്കാരം കഴിഞ്ഞിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓരോ പള്ളിയുടെ മുറ്റത്തും ആ പള്ളിയുടെ സെക്രട്ടറി ഇങ്ങനെ നേരത്തെ വന്ന ആളുകൾക്ക് 1000, രണ്ടാമത്തെ സഫിലുള്ളവർക്ക് 500, മൂന്നാമത്തെ സഫിലുള്ളവർക്ക് 300 എന്ന് പറഞ്ഞിങ്ങനെ കൊടുക്കുകയാണെങ്കിലോ? അതല്ലല്ലോ ഉള്ളത്. ഇതിനൊക്കെയുള്ള പ്രതിഫലം എവിടെ? പരലോകത്തുള്ളത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അതൊരിക്കലും ദുനിയാവിൽ പരീക്ഷണം വരാതിരിക്കാനല്ല. ഈ ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും.